ബിസിയാണോ നോക്കട്ടെ. ശരിയെന്നാ വിളിക്കുന്ന നീയേക്കാ. നീ ഡെക്ലസ് അല്ലേ? ഡോക്ടറിന്റെ അവിടുത്തെ ജോലിക്കാരൻ. ഇപ്പൊ നിന്റെ ഡോക്ടർ എങ്ങനെ ചികിത്സയൊക്കെ ഉണ്ടാ? അയ്യോ ചേട്ടാ ഇടി കൊടുത്തില്ലേ, അതിനുശേഷം അങ്ങനെ നന്നായി. അടിപൊളി. സംഭവം സെറ്റാണല്ലോ. എവിടെ പോയോ എന്നെ കിറ്റൊക്കെ ആയിട്ട്? സാധനം വാങ്ങിക്കാൻ പോയത്. എന്ത് സാധനം? കുറെ സാധനങ്ങളുണ്ട്. കൊച്ചമ്മയും മുതലാളിയൊക്കെ പറഞ്ഞിങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു പോകും. നീ അടിക്കോ? എന്ത് സ്മോള്? അയ്യോ ഞാൻ കഴിക്കില്ല. പിന്നെ കണ്ടാ തന്നെ അറിയാറ് നീ അടിക്കുമെന്ന്. ഞാൻ അടിക്കില്ല. വീട് അടിച്ചോണ്ടൊന്നും പോകാൻ പറ്റില്ല. ജോലി കൊച്ചമ്മയെ മുതലാളിയൊക്കെ വഴക്ക് പറയും. എന്നാ പേടിയാണൊക്കെ? പേടിയാ? എനിക്കാരെ പേടി? എനിക്കാരെ പേടിയൊന്നുമില്ല. ഓ കൊച്ചമ്മയെ മുതലാളിയെ പേടിയാന്നാ? എനിക്കാരെ പേടി? എനിക്ക് അടിക്കണമെന്ന് ഞാൻ അടിക്കും, അത്രേ ഉള്ളൂ. ആ എന്നാ പിന്നെ ബാറിൽ പോയി നമുക്കൊന്ന് രണ്ടെണ്ണാട് പൂശാല. ബാറില് ഇപ്പൊ വേണ്ട, നമുക്ക് ഇപ്പൊ സമയമില്ല, പിന്നെ ആവാം. പിന്നെ നമുക്ക് എവിടെ വെച്ചാൽ അടിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ എപ്പോഴാണ് ഇപ്പൊ വാ. എനിക്ക് സമയമില്ല, പിന്നെ എപ്പോഴും എന്നെ കാണാൻ വരാം. അപ്പൊ പിന്നെ ശരിയെന്നാ. ശരി കാണാം. ശരി വിട്ടോ 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 വിട്ടോ. ബെസ്റ്റ് സാധനം. കൂട്ടുകാരൻ കൂടുതൽ വീട്ടുകാരാണ് കൂടുതൽ. ഓക്കെ വിട്ടോ വിട്ടോ. എന്ത് പറ? ഞാൻ കാര്യമായിട്ട് പറയട്ടെ. എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. റെഡിയുടെ കൂട്ടുകാരനാണ് അവൻ. അത് ഞാൻ വിളിച്ചിട്ട് വന്നതല്ല. ഒരിക്കൽ അയാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടപ്പോ വെള്ളം അടിച്ച് വിറ്റാരണം. ഞാൻ നിങ്ങൾ എന്തിനാന്ന് വെറുതെ ഇങ്ങനെ വെള്ളം അടിക്കുന്നത്? വീട്ടിൽ പോയി അടിച്ചു കഴിച്ചൂടെ? ഈ റോഡിലൊക്കെ അല്ല, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ പോയി. അപ്പൊ നിങ്ങൾ ഇഷ്ടമെടുത്ത് പോ. അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇത്. ഞാൻ അറിഞ്ഞ എന്നെ കാണാൻ വരുമെന്ന്. ഓ അവന് ഇഷ്ടപ്പെടുമ്പോ ഞാൻ ഇവിടെ സൗകര്യം ചെയ്ത് കൊടുക്കണോ അവന്? ഇല്ലെന്നേ ജോലി. ഞാൻ ഒരു കാര്യം പറ്റേ, ഒന്നാമത് നല്ല ഗുണ്ടയാണ്. അപ്പൊ ഞാൻ അവനെ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ ദേഷ്യപ്പെട്ട വയലന്റ് ആവും, അത് പ്രശ്നമാവും. ഞാൻ അവനെ പോയി തഞ്ചത്തിന് സൗകര്യത്തിൽ പറഞ്ഞ് ഒഴിവാക്കി വിടാം. വേണ്ട, പിന്നെ പോലീസിനെ വിളിക്ക് ഫ്രണ്ടി. എന്റെ ജോലി അവനൊക്കെ പോലീസ് പറഞ്ഞ പുല്ലാണ്. എത്ര വർഷം ജയിലിൽ കിടന്നെന്ന് അറിയാമോ? അതൊന്നും പറഞ്ഞ് തലയെ കയറൂല. അവന് പേടിയില്ല. ഞാൻ തഞ്ചമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞില്ലേ? അവന്റെ ഒപ്പം പോയിരുന്ന് വെള്ളം അടിക്കാൻ പോകണോ? ഇതെന്റെ വീടാണ്, എന്റെ വീടല്ലേ. എന്റെ ഭാര്യ എന്റെ മക്കളുടെ സ്ഥലത്തിൽ ഞാൻ വെള്ളം അടിക്കൂ? ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടാ. ഞാൻ പോയിട്ട് വരാം. നിങ്ങളില്ലേ? എന്താ കൊച്ചമ്മണ്ടോ? ഉണ്ട്. ഒന്ന് വിളിക്കാവോ? വിളിക്കാം. ജോലിയമ്മ ഇതാ ഉടുമ്പ് വന്നിരിക്കുന്ന. അല്ല രാജു വന്നിരിക്കുന്നത്. രാജു. കൂട്ടാരാ. അല്ല രാജുവേ, എന്തുണ്ട് വിശേഷം? ഞാൻ ഈ വഴി പോയപ്പോ ഒന്ന് കാണാനായിട്ട് കേറിയാണ്. എന്തേ ചേച്ചി? എന്ത് ഇപ്പൊ വിളിക്കാം. കൊച്ചമ്മ വിളിച്ചോണ്ട് വരണം. കൊച്ചമ്മ വിളിച്ചോണ്ട് വരണം. പിന്നെ സുഖല്ലേ? സുഖം, സ്വസ്ഥം, നല്ല രീതി പോയാണ് ഇപ്പൊ ജീവിതം. അപ്പൊ എങ്ങനെയുണ്ട്? കൂട്ടാൻ എങ്ങനെയുണ്ട്? ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കണം. മുടങ്ങാതെ മരുന്നൊക്കെ കഴിക്കണം. ചേച്ചി നമസ്കാരം. ഞാൻ ചേച്ചിനോട് നന്ദി പറയാൻ വന്നാണ്. എന്നോടോ? എന്തിന്? അന്ന് കൂട്ടുകാരൻ പറഞ്ഞോടുകൂടി കൂട്ടി നിർത്തി, വലി നിർത്തി, തല്ലുകൊടുത്തം നിർത്തി, എല്ലാ പരിപാടിയും നിർത്തി. ഇപ്പൊ സ്വസ്ഥം, സുഖം ജീവിതം. പിന്നെ ഭാര്യ തയ്ക്കണ്ടല്ല, 4 തയ്യൽ മെഷീൻ വേറെ വാങ്ങി. അങ്ങനെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ ആയിട്ട് ചെറിയ യൂണിറ്റ് തുടങ്ങി. അങ്ങനെ പോണ് സുഖമായിട്ട്. നിങ്ങൾ ഭാര്യയുടെ ചെലവിലാണോ കഴിയണത്? കൊച്ചമ്മ ഭാര്യയുടെ ചെലവിലൊന്നല്ല. ഞാനിപ്പോ അവരെ ഹെൽപ്പ് ചെയ്യല്ലേ. അവര് തയ്ക്കുന്ന സാധനങ്ങള് ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് അവിടുന്ന് പൈസ മേടിക്കുക, അവരെ കണക്ക് കേൾപ്പിക്കുക. 5ന്റെ പൈസ ഞാൻ എടുക്കാറില്ല, ഇപ്പൊ കുടിക്കാറില്ല. പോട്ടെ ചേട്ടാ. ചേച്ചി എന്നാ ശരി. എന്നാ കൂട്ടരാ പോണ്. പോട്ടെ മോളെ. അല്ല രാജു അല്ല ജോലി അല്ല കൊച്ചമ്മ, ഞാൻ രാജുവിനോട് പോയിട്ടെ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. നീ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രാജു പോയിട്ട് അതിനെന്താ, ഒരു കുഴപ്പമില്ല. നമുക്കൊന്നും മിണ്ടിയും പറഞ്ഞൊക്കെ പോവാലോ. നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോണം കേട്ടോ. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ മാമ? നിങ്ങളെ പപ്പ ഉണ്ടല്ലോ, ഒരു വ്യക്തിയല്ല രക്ഷപ്പെടുത്തിയത്, ഒരു കുടുംബത്തെ. ജോലിയമ്മ ഒരു കുടുംബത്തിനല്ല, ഒരു സമൂഹത്തിനാണ്. എത്ര പേർക്ക് ഉപദ്രവമായിരുന്നു അറിയാം. ചായ ഇപ്പൊ തരാം. അങ്കിള് പോയി.
പോയോ? ഓ എന്താ ചായ കുടിക്കാണ്ട് വിട്ടത്? ഞാൻ ചായ എടുക്കല്ലായിരുന്നോ? അങ്കിൾ വന്നെന്നിരുന്നറിയോ? എന്തിനാ വന്നത്? ഒരു കല്യാണ ആലോചന അങ്കിൾ വന്നത്. ആർക്ക്? നമ്മുടെ ഡഗ്ലസിനെ അങ്ങ് സ്വിറ്റ്സർലൻഡിൽ നിന്ന്. ആണോ? ആ പെണ്ണ് നേഴ്സ് കെട്ട് കഴിഞ്ഞാ അപ്പൊ തന്നെ ഡഗ്ലസിനെ കൊണ്ടു. ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ എന്താണ് നിന്റെ അഭിപ്രായം? നല്ല കാര്യമല്ലേ? അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് എന്റെ ആഗ്രഹം. പാവം, എത്ര കാലമായിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. പാവം എന്റെ മോനെ രക്ഷപ്പെട്ടാ മതിയായിരുന്നു. മോനോ? അല്ലത് എന്റെ മോനല്ലേ അവൻ. എനിക്ക് അവനെ മോനെ പോലെ അല്ലേ? ഓഹോ. ആ എന്നിട്ട് നേരത്തെ അങ്ങനെയൊന്നും അല്ലല്ലോ കാണിച്ചേ. അത് തെറ്റുണ്ട്, വഴക്ക് പറയും. തെറ്റുണ്ട്, കുട്ടികൾ കെട്ടി അടിച്ച് മാതാപിതാക്കൾ വഴക്ക് പറയും, സ്വാഭാവികമല്ലേ? റെഡിക്കപ്പ അവന് ഇഷ്ടമാണല്ലേ? പിന്നെ എനിക്ക് അവൻ ഇഷ്ടമല്ലാതെ. ഞാൻ വിചാരിച്ചു എപ്പോഴും വഴക്ക് പറയാൻ. അപ്പോഴേ ചുലി ആ അവനെനിക്ക് എന്റെ മൂത്ത മോനെ പോലെ അല്ലേ? പിന്നെ അവിടെയൊക്കെ പോകുമ്പോഴേ ആ. ഇംഗ്ലീഷ് സംസാരിക്കണം. ആ, വേണം, വേണം. പിന്നെ ആ പേരും പറഞ്ഞ് കല്യാണം വല്ലതും മുടങ്ങി കഴിഞ്ഞാ യ്യോ, അപ്പൊ ഞാൻ പഠിപ്പിക്കട്ടെ? വേണ്ട, ഫ്രെഡി പഠിപ്പിക്കണ്ട, ഞാനും പിള്ളേരും കൂടെ പഠിപ്പിച്ചോളാം. ഓക്കെ, അപ്പൊ അങ്ങ് ചെയ്യല്ലേ? മുടങ്ങരുതല്ലോ ഒറ്റക്കാര്യം കൊണ്ട്. നന്നാവട്ടെ, അവന് നല്ലത് വരട്ടെ. നല്ലതേ വരുള്ളൂ, പാവമല്ല. അവന് നല്ലതേ വരൂ. ആ ഫ്രെഡി ചായ ഫ്രെഡിക്ക് വരട്ടെ എന്നാ? വേണ്ട, അവന് നല്ലതേ വരും. അവനുണ്ട് നമ്മളും. അതാവേ, നടന്നാ മതി. പെട്ടെന്ന് വാടാ, പെട്ടെന്ന് വാ. അയ്യോ, ഞാൻ എന്തോ കാണുന്നത് മോനെ. നീ ഇടാ വാ. വേർത്ത് കുളിച്ച് ഇടാ, നിനക്ക് ഓട്ട പിടിച്ച് വന്നുകൂടായിരുന്നാടാ? മുതലാളിയിലെ പിന്നെ കുറച്ച് നേരത്തെ പറഞ്ഞു എൻ്റെ അടുത്ത് ഓട്ടോ പിടിക്കില്ല, നടന്നു കൊണ്ടുവരാൻ. എടാ, ഞാൻ ദേഷ്യമെന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഈ കടുങ്കൈ ചെയ്യുന്നത് ഞാൻ വിചാരിച്ച. ചായ വല്ലതും കുടിച്ച വഴിയെന്ന്? ചായ കുടിച്ച മുതലാളി വഴക്ക് പറയില്ല, 10 രൂപ കൊണ്ട് കളയണമെന്ന് ചോദിച്ചിട്ട്. എന്തോന്നാടാ നീ ഇങ്ങനെ പറയണത്? നീ ഇന്നും ഇന്നലെ അല്ലടാ എന്നെ കാണാൻ തുടങ്ങിയത്. വാ ചേട്ടൻ ചായ ഇട്ട് തരാം. ചേട്ടനാ? വാ വാ. അല്ല മോനെ, അതെ നിനക്ക് ഒരു കല്യാണ ആലോചന വന്നു. കല്യാണ ആലോചന? ഓ, ഞാനും ഉറപ്പിച്ച്. എവിടെ? എടാ സ്വിറ്റ്സർലൻഡിൽ നിന്നടാ. സ്വിറ്റ്സർലൻഡിൽ നിന്ന്, വിദേശത്ത്. എടാ ഞാൻ അവിടെ ഒന്നും പോകൂല. മോനെ, എത്തിക്കഴിഞ്ഞാ നിന്നെ കൊണ്ടുപോകൂടാ. അതന്നെ ഞാൻ പറഞ്ഞ, ഞാൻ ഈ വീട്ടിട്ട് വരട്ട് വേറെ എവിടെ പോയൊന്നുമില്ല. അയ്യോ, നിനക്ക് അവിടെ എന്തെല്ലാം കൊണ്ടെന്നറിയാമോ? പ്ലെയിനിൽ കയറാം, പിന്നെ എന്തെല്ലാം വിദേശ രാജ്യങ്ങളൊക്കെ കാണണ്ടേടാ. എനിക്ക് ഒരെണ്ണം ഒന്നും കാണുകയും വേണ്ട, പ്ലെയിനിലും കയറണം. എനിക്ക് ഇവിടെ വന്നാൽ മതി. എടാ പന്നം മോനെ, നീ പോയാല് നീ രക്ഷപ്പെടും. എന്തോന്ന് മുതലാളി? നീ ചായ കെട്ടിയരാം, ഇട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് വേണ്ട, എന്റെ തല വെച്ചാ. ഇത് എന്റെ തല വെച്ചാ. മുതലാളി നീ വേണ്ട, ഞാൻ എടുത്തോളാം. ഇല്ല, നീ എടുക്കില്ല. ഇത്രയും ദൂരം നീ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടും മുതലാളി വേണ്ടെന്ന്. മുതലാളി 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 അവിടെ പണി ചെയ്യും മുതലാളി. ഇതൊന്നും ചായ തരാം. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചില്ലേ? ഇനി അത് പറ, അതേപോലെ തിരിച്ചു പറയാനെടുത്ത്. ഓക്കെ ഓക്കെ, പറ. വാട്ട്സ് യുവർ നെയിം? ഡഗ്ലസ്. അത് സെന്റൻസിൽ പറയാം. സെന്റൻസ് ഗ്രാമർ യൂസ് ചെയ്ത് പറ. My name is Douglas. യെസ്. നല്ല stern ആയിട്ട്, നല്ല കോൺഫിഡൻസോടെ പറയണം. My name is Douglas. അയ്യോ, അത്രയും വേണ്ട. വേണ്ട, കുറച്ച് ഡൗൺ ആക്കാം. എങ്ങനെ? മൈ നെയിം ഈസ് ഡഗ്ലസ്. My name is Douglas. ഓക്കെ. ഇനി ഹൗ ഓൾഡ് ആർ യു? സുഖം. ഹൗ ആർ യു അല്ല, ഹൗ ഓൾഡ് ആർ യു? എത്ര വയസ്സായെന്ന്? 38. Catherine, this is my old house. I was living here. Daglu, Yeah, this is house. yeah, why?
നമ്മുടെ പട്ടിക്കൂട് ഇതിനേക്കാൾ വലുതാണല്ലോ. Yeah. What I do, poor people. What? Molali, darling, this is my Molali, Freddy. ഈ ഓൾഡ് മൊലാളി. ഇപ്പൊ പിന്നെ മൊലാളി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ വിളിച്ചു വന്നതല്ലേ. ദിസ് ഇസ് ജൂലിയമ്മ, മൈ സ്വീറ്റ് സിസ്റ്റർ. ചിൽഡ്രൻ. Naughty children. Yeah. 1 2 3 4. ഒരേ കൂടെ ഉണ്ടല്ലോ ഇവിടെ മൊലാളി. ഉറങ്ങടാ പറ്റി. ഉറങ്ങാണ് മൊലാളി. കുതിര ഇപ്പോഴും ഉണ്ടോ അതോ ചത്തോ? അയ്യോ ഉണ്ടേ. ഉണ്ടോ? ആരാണ് തീറ്റ കൊടുക്കുന്നത്? മൊലാളി ആയിരിക്കും. എനിക്ക് തോന്നി. ഇടപ്പലുള്ള ചിരിയല്ല എന്താ മലയാളി? സാറിന്റെ നല്ല ചിരി എന്ന് പറയായിരുന്നു. മലയാളി, ഈ പട്ടിക്കൂടെ ഒന്ന് പൊളിച്ചിട്ട് നല്ലൊരു വീട് വെച്ചൂടെ മലയാളി? കാശ് വേണ്ടേ? കാശ് ഇല്ല മലയാളി. മുതലാളി മുതലാളി കാശ് എത്ര വേണോ തരാം. ഇതിൽ ആവശ്യം പോലെ ഉണ്ടല്ലോ. ഫ്രാങ്ക് ആവശ്യം പോലെ. കാതറിൻ, നമ്മളെ ഡോഗ്സിന് ഒരു മാസം എത്ര ചിലവാകും? 1000 ഫ്രാങ്ക് ഫുഡിന് മാത്രം. ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്ത് നോക്കൂ. ഇപ്പൊ വേണ്ട കുറച്ച് കഴിയട്ടെ. അതല്ല ഡഗ്ലസേ, വാ കേറി വാ, നമുക്ക് കോഫി കുടിക്കാം. വേണ്ട ചുരുമ്പ, ഇവിടെ നിന്നൊക്കെ കോഫി കുടിച്ചാലേ വയറിന് അല്ലേ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഒരുപാട് കാലം ഇവിടെ നിറങ്ങിയതല്ലേ, ഇനി എന്തിനാണ് ഈ പട്ടിക്കൂട്ടിലേക്ക് വരുന്നത്? വലിയ ബംഗ്ലാ അവിടെ. സാറിന് മക്കളൊന്നുമില്ലേ? വൈ നോട്ട്? 2 children. വൈനോട്ടാ മണ്ടം പഴയതുപോലെ തന്നെ. എന്താ പേരിട്ടില്ലേ? പിന്നെ ഇട്ടിട്ടുണ്ട്, ഫ്രെഡി ആൻഡ് ജൂലി. നമ്മുടെ പേര് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ? തീർച്ചയായും ജൂലിയമ്മയുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് കൊച്ചിനെ ഞാൻ ജൂലി എന്ന് പേരിട്ടത്. Okay, fine. Douglas. Yes. What is your views about marriage and your future plan if you are coming to Switzerland? എന്തോന്ന് പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി ഞാൻ പോകൂലേ സ്വിറ്റ്സർലൻഡിൽ. മര്യാദ പിള്ളേരെ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളില്ലടാ, അതങ്ങോട്ട് ചടപറന്ന് പറഞ്ഞു കൊടുക്കും. Okay, guys. Yes. I was in a urgent call. Yes. Well, my name is Douglas. Okay. Hope you're fine. Wow. I am coming from Fort Kochi. Watching movie. Thank you. What? No, nothing. There's a problem. Is one that guy and the anxiety problem. Well dressed ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ, പ്രത്യേകിച്ച് റിച്ച് പീപ്പിൾസിനെ കാണുമ്പോൾ സാറിനെ കണ്ടതിന്റെ ഒരു വൈബ്രേഷൻ. Oh, anxiety. Yeah. Doesn't matter. Okay. Let me come to the point. Yeah. എനിക്കൊന്നും ഒളിച്ചു വെച്ചുള്ള ശീലമില്ല. ഓക്കെ, ഞാൻ പ്രോമിസ് ചെയ്ത പ്രകാരം 10 lakhs Swiss franc. Yeah. Approximately 8 crores Indian rupees. One more, please. 8 കോടി ഇന്ത്യൻ റുപ്പി. Please, one more, please. Pardon. 8 കോടി ഇന്ത്യൻ റുപ്പി. 8 കോടി. സോറി. ഇറ്റ് ഈസ് നോട്ട് എ ഡൗറി. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി പയ്യന് കൊടുക്കുന്ന ഒരു സമ്മാനം, അത്രമാത്രം കൂട്ടിയാൽ മതി. ഡൗറിന് സ്ത്രീധനം എന്നൊക്കെ പറയുന്നു. ഡൗറി അല്ലടാ, ഡൗറ. സ്വിറ്റ്സർലൻഡിൽ പോകാൻ നേരത്ത് ഇങ്ങനെ വിടുന്ന ഒരു ഡൗറ വാങ്ങിച്ചിട്ട് പോകണമെന്ന്. പിന്നെയാണ് പാത്രം. അത് തന്നെ അതൊക്കെ നമുക്ക് വാങ്ങിച്ചോളൂ. നടന്ന കാര്യങ്ങളൊക്കെ അനിയനോട് പറഞ്ഞ് മനസ്സിലാക്കിയത്. ക്യൂട്ടിയെ ഡഗ്ലസ് നോക്കുന്നുണ്ടേ. ക്യൂട്ടിയെ കൊണ്ട് ഇന്ന് ഒരു പ്രോബ്ലംസും ഇല്ല. മര്യാദക്ക് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഡഗ്ലസ് അവനെ ഇവിടെ കുറച്ച് ഭരണം കൂടണല്ലോ കേട്ടാ. കൊച്ചിനെ മണ്ണി കളിക്കാൻ സമ്മതിക്കൂല. കുട്ടികളെ മണ്ണി കളിക്കാൻ സമ്മതിക്കരുത്. കുട്ടികൾക്ക് അസുഖം വരില്ലേ? ഇനി മണ്ണി കളിച്ച കുഴപ്പമൊന്നും. ലോകത്തോടെ മണ്ണാണ് പിള്ളേരെ കളിക്കും. ഞാൻ ഇഷ്ടംപോലെ മണ്ണി കളിച്ചിട്ട് വന്നത്. നിനക്ക് എത്ര കണ്ണോണ്ട് കാര്യം ചെയ്യും. നീ ആ മണ്ണൊക്കെ വെട്ടി മാറ്റിയിട്ട് അതിനകത്ത് ഇന്റർലോക്കടാൻ.
ഇനി പറയിപ്പിച്ചാടിയുള്ളൂ ഇന്റർലോക്ക്. എക്സാക്ട്ലി. ഞാൻ ഈ ഇന്റർലോക്കിനെ കുറിച്ച് എപ്പോഴും ആലോചിക്കാറില്ല. നമുക്ക് മൊത്തം അങ്ങ് ഇട്ടാലോ? ഇപ്പൊ പോയി ഇടടി. മഴ വരട്ട് ഒറ്റ തുള്ളി വെള്ളം പോലും താഴൂല. മൊത്തം നിന്റെ റിച്ചാർഡ് സാഹിബിന്റെ ബംഗ്ലാവ് മൊത്തം പണ്ടാരടങ്ങി വെള്ളപ്പൊക്കം മുങ്ങി താഴും. ഇവിടുത്തെ ചാറ്റലും മഴയ്ക്കൊന്നും റിച്ചാർഡ് സാഹിബിന്റെ ബംഗ്ലാവ് മുങ്ങിൽ എന്റെ ഉണ്ണിയപ്പ. എടി നീ ഉണ്ണിയപ്പാന്ന് വിളിയടി. എനിക്കതാണ് ഇഷ്ടം. നീ വിളി. ഇത്രയും പ്രളയം വന്നപ്പോ നീ പഠിച്ചില്ലല്ലേ? അല്ലേ? നീ പഠിച്ചോളൂ. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് ഈ പ്രളയവും ചാറ്റൽ മഴയൊക്കെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയി ഇംഗ്ലണ്ടിൽ പോയി രക്ഷപ്പെടാൻ നോക്കും. ഓഹോ, അപ്പൊ ഇംഗ്ലണ്ടിൽ പോണല്ലേ? അവിടെ നിന്റെ അച്ഛൻ റിച്ചാർഡ് സാഹിബിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് നടക്കണാടി. ഇങ്ങോട്ട് പോയി കാണാൻ. നീ പഠി. റിച്ചാർഡ് സാഹിബിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് നടക്കണാടി. നീ പോ. ഞാൻ എന്റെ പിള്ളേർ താമസം. നീ പോ. ഉണ്ണിയപ്പ പറയുന്നത് ക്ലിയർ അല്ല. ഞാൻ വല്ലം വിളിച്ചു പറയും. ഇപ്പോ ക്യൂട്ടിയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്? ക്യൂട്ടി ക്യൂട്ടിന്നല്ലേ? ഇംഗ്ലണ്ടിൽ നിന്ന് 5 പിള്ളേരെ കൊണ്ടാണ് അവളെ വന്നത്. എന്താണ് കൊച്ചിനെ കരയിപ്പിച്ചേ? ഇവിടെ ആരും കൊച്ചിനെ കരയിപ്പിച്ചൊന്നുമില്ല. കുർത്തക്കട ചെറിയൊരു അടി കൊടുത്തു. അതിനാണ് പറഞ്ഞത് ഈ കീറി വിളിക്കുന്നത്. പറഞ്ഞോ അടി കൊടുത്തത്. എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കൊച്ചിനെ അടി കൊടുത്തില്ല. അറിയാം. അതിന് കുഴപ്പമില്ല പോലാളി. അടിക്കുന്ന പോലല്ല, അടിച്ചതിനെ വളർത്തണം പിള്ളേരെ. 2 കൊടുക്കണം. എന്റെ അങ്കിൾ ഇവിടെ ചെറുതിൽ എന്തിനു വിളിക്കുന്നത്? തല്ലെന്തേ കൊച്ചു കരയുന്നുണ്ടോ? എന്റെ പൊന്നു മോളെ വലുതായിട്ട് അടിച്ചില്ല, ചെറിയൊരു അടി കൊടുത്തേ ഉള്ളൂ. അതുപോലെ ജൂലിമ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ 2 കൊടുക്കാൻ. ഞാൻ തല്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് നീ കൊച്ചിനെ തല്ലണോ? ആ എനിക്കറിയാം. അവസാനം നിങ്ങൾ അപ്പനും മക്കളൊക്കെ ഒന്നാവുകയും ചെയ്യും. ഡക്ലസ് വെളിയിലും. ഡക്ലസ് ജോലി ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ട് നീറ്റായിട്ട് ചെയ്യാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ തോന്നാം, ചിലപ്പോൾ വിഷമങ്ങൾ വരാം. നിങ്ങൾക്കൊരു കാര്യം ചെയ്യും, താല്പര്യം പറ. ക്യൂട്ടിയെ നോക്കുന്ന കാര്യം എന്നത്തോടെ വിട്ടേക്കാം. പിന്നെ നമുക്ക് ക്യൂട്ടിയെ വളർത്താൻ താൻ കൊണ്ടു. പിന്നെ ഇയാളാണ് വളർത്തിയ കൊല്ലാക്കി പോണം. ഡഗ്ലസ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് കൊച്ചിനെ തല്ലിയോ വഴക്കുറയൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞോട്ടെ, റെഡി മിണ്ടാതിരിക്കേ. പക്ഷെ അതിന്റെ കാഠിന്യം കുറച്ച് കുറയ്ക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നീ ഈ ഗൗരവം പിടിച്ച് മസിൽ പിടിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സ്നേഹത്തോടെ പറഞ്ഞാൽ എന്താ? കുഞ്ഞുകുട്ടിയല്ലേ, സ്നേഹം കൊണ്ട് നമുക്ക് എല്ലാവരും അനുസരിപ്പിക്കാൻ പറ്റും. ശരി ജൂലിമ പറഞ്ഞ പോലെ ഇനി എന്റെ സ്വഭാവത്തിൽ ഞാൻ ചില മാറ്റങ്ങളൊക്കെ വരുത്താം. മോളെ വാ, നമുക്ക് കുളിക്കാൻ പോ. ഞാൻ പോയി മോളെ കുളിപ്പിച്ചിട്ട് വരാം. പോട്ടെ സ്നേഹമുള്ളവനാ. ഉടുപ്പൊക്കെ ചെറുതായി കേട്ടോ. ഉടുപ്പൊക്കെ ചെറുതായി തുടങ്ങി. വേറെ മേടിക്കണം. വേറെ പുതിയത് മേടിക്കണം കേട്ടോ. ഉടുപ്പ് ചെറുതായി പോയി, അതുകൊണ്ട് ഇനി നമുക്ക് കണ്ണെഴുതാം. കണ്ണെഴുതാമോ? മാനം സുന്ദരിക്കുട്ടിയായല്ല. ഓ നാനും നിങ്ങൾ സുന്ദരനായ ഒരു മന്ന്. നീ എന്ത് ചെയ്യണം? പൊട്ട്. എന്താ പൗഡർ വേണ്ടേ? പൗഡർ ഇടേ. പൗഡർ ഇടണേ. പൈസയൊന്നും വരണില്ല. വിചാരിച്ച പോലെയൊന്നും വരണില്ല. ശരിക്കണ പൈസ വരും, അതിന്റെ ഒറ്റ വിശ്വാസത്തിലല്ലേ പലിശക്ക്. പിന്നെ കറക്റ്റ് പലിശക്ക് പൈസ എടുത്ത് കാറിന് ബുക്ക് ചെയ്തത്. ആ പൈസ റോൾ ചെയ്ത് വന്നില്ലെങ്കിൽ അപ്പയുടെ കാര്യം പ്രശ്നമാണ്. വരികയായിരിക്കും? വരുമോ? വരത്തിട്ടായിരിക്കും. സദ്യക്ക് പൈസയും കൊടുത്തിട്ടില്ല.
വാക്കും കൊടുത്തു. ഛെ, എന്ത് ചെയ്യും? അമ്മയോട് പറയട്ടാ? പറഞ്ഞാ പിന്നെ നമുക്ക് പൈസയും കിട്ടും. പൈസ അതിൽ എന്ത് ചെയ്യും? എനിക്കെങ്ങനെ നമുക്ക് വേറെ വരെയും നോക്കാം. ആ ശരി, നോക്കാം. എന്താണ് രണ്ടുപേരും കൂടെ പറയണത്? എന്താ പറയണേ? അന്ന് പറയുന്നില്ല. എന്തോ പറഞ്ഞല്ലോ. അന്ന് പറയുന്നില്ല. സത്യം പറ, എന്താ പറഞ്ഞേ? അന്ന് പറഞ്ഞില്ല. ഇല്ലല്ലോ, ഞാൻ എന്തോ കേട്ടല്ലോ. ഞാൻ അന്ന് പറഞ്ഞു. പപ്പയാണോ പറഞ്ഞേ? പപ്പയും പറഞ്ഞില്ല. ഓ എന്തൊരു കള്ളിയാ. പപ്പയുടെ അടവ് മൊത്തം ഉണ്ടല്ലോ കയ്യില്. സത്യം പറ. മമ്മ കേക്ക് ഉണ്ടാക്കി തരാം. പപ്പ പറഞ്ഞ എന്താന്ന് പറഞ്ഞാല്. എന്റെ പപ്പയ്ക്ക് ഇച്ചിരി പൈസ കൊടുക്കാവോ? പപ്പയ്ക്ക് എന്തിനാ പൈസ? പപ്പയ്ക്ക് കറങ്ങാൻ പോകും. കറങ്ങാൻ പോവാനാ? അതേ, പപ്പയ്ക്ക് കറങ്ങാൻ പോവാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. തന്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും. എന്റെ കയ്യിൽ പൈസ ഇല്ല. അതെന്താ? പപ്പയ്ക്ക് കറങ്ങാൻ പോവാന് എനിക്ക് എന്തിനാ പൈസ? ചക്കെന്ന് പറയുമ്പോ കൊക്കെന്ന് മറുപടി പറയോ കൊച്ചെ? ഫ്രെഡി, ആ ജോണിന്റെ കയ്യിൽ നിന്ന് പൈസ പലിശക്ക് എടുത്തിട്ട് കാറ് ബുക്ക് ചെയ്തല്ലേ? അതെ. ആ പൈസ എങ്ങനെ കൊടുക്കും? വരുമ്പോ കൊടുക്കും. അപ്പൊ പള്ളിയിലെ പൈസ എങ്ങനെ കൊടുക്കും? പള്ളിയിലെ പൈസ കൊടുത്തില്ലല്ലോ, കൊടുക്കണം. ആ, അതെങ്ങനെ കൊടുക്കും? വരുമ്പോ കൊടുക്കും. ഈ വരുമ്പോ എന്ന് പറഞ്ഞാൽ എവിടുന്ന് വരും പറ. അത് വരുമ്പോ കൊടുക്കും. അത് കൊടുക്കണ എന്തിനാണ്? വരാൻ വേണ്ടിയല്ലേ. ഫ്രെഡി, എന്റെ പപ്പ കാശയക്കും എന്ന് വിചാരിച്ചിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്ക് വേറൊരു ഉറച്ച വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ്. ഫ്രെഡിക്ക് എന്നോട് പറയാൻ പറ്റില്ലേ? അല്ല, എങ്ങനെയാണ് പറഞ്ഞുകൂടാ? ഇപ്പൊ പറഞ്ഞുകൂടാ? പറയാൻ പറ്റുന്ന അച്ഛൻ പൈസ വരുമെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞാൽ ശരിയാവില്ല. അത് അങ്ങനെ സംഭവം. ഇത്രക്ക് വാശി പിടിച്ചിരുന്നോട്ടാ. എന്നിട്ട് ഈ പൈസ കറക്റ്റ് ടൈമിൽ കിട്ടിയില്ലെങ്കിൽ ഗേറ്റിന് ഇപ്പുറത്തോട്ട് കയറൂല്ലേ പിന്നെ ഫ്രെഡി? പറഞ്ഞേട്ടാ, ഗേറ്റിന്റെ അപ്പുറത്ത് കയറ്റില്ലെന്ന്. എനിക്കറിയാം. ആഹാ, ഒരു കാര്യം ചെയ്യ്. എന്റെ പൈസ കിട്ടി നല്ല ഉറപ്പാണ്. അങ്ങോട്ട് മാറ്. കയറ്റില്ലെന്ന് എനിക്കും അറിയാം. അവിടെ ആ കൊച്ചന്റെ സൈഡിൽ നിൽക്കുള്ളൂ അല്ലേ? അമ്മയുടെ സൈഡിലേ നിൽക്കുള്ളൂ. എനിക്കറിയാം. ആ പൈസ കൊണ്ട് വരൂ. അവർക്ക് പോയി ചാടിയാ? പൈസ കിട്ടും, കുഴപ്പം. ഓ, അടുത്ത വാലി തീ പിടിച്ചോണ്ടുള്ള വരവാണ്. എന്തിനാണാവോ? അകത്ത് പോയാൽ ശരിയാവൂല. ഞാനും ജൂലിയും തമ്മിൽ ചെറിയ കശവിശയൊക്കെ ഉണ്ടായി. അവിടെ അകത്തിരുന്നെ മനസ്സിലാൻ തരില്ല. ഞാൻ വല്ലതും വിളിച്ച് പറയും, അവസരം പ്രശ്നമാവും. അത് നീ പറ, കാര്യം എന്ത്? ആരോടും പറയരുതെന്നാണ് പറഞ്ഞേക്കണത്. ആര് പറഞ്ഞേക്കണത്? അതാരെങ്കിലും ആവട്ടെ. ഓ, പക്ഷെ എനിക്ക് നിന്നോടല്ലാതെ ഞാൻ പിന്നെ ആരോടും അതൊക്കെ പറയണേ? പറ, കാര്യം പറ. ഇന്നലെ വീട്ടിലൊരു കൈനോട്ടക്കാരി വന്നു. അവരെന്നിട്ട് എന്നോട് പറയാ, നിങ്ങൾക്ക് അക്ഷയധനയോഗം ഉണ്ടെന്ന് പറഞ്ഞു. അക്ഷയധനയോഗം. ആര് വന്നു? ഒരു കൈനോട്ടക്കാരി വീട്ടിൽ വന്നു. എന്ത് പറഞ്ഞു? എന്നിട്ട് എനിക്ക് അക്ഷയധനയോഗം ഉണ്ടെന്ന് പറഞ്ഞടാ. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിക്കണ കാശ് ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പൈസ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. എന്റെ ചെറുക്കൻ, ഞാനിത് കേട്ട പാതി കേൾക്കാത്ത പാതി കയ്യിലിരുന്ന പൈസ മുഴുവൻ എടുത്ത് ചെലവാക്കി. പൈസ തിരിച്ചു വരുമല്ലോ, വരുമെന്ന് വിചാരിച്ചിട്ട് ഭാര്യക്ക് ഒരു പുതിയ സ്കൂട്ടറും ഓർഡർ ചെയ്ത്. ആണാ? എടാ, ഇതുവരെ 10 പൈസ വന്നിട്ടില്ല. ഞാനാകെ പ്രശ്നത്തിലാണ്. പൈസ വരാതിരിക്കാൻ പറ്റില്ലല്ലോ.